ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാടൻ കസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ഒരു 3 കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ ഒരുപാട് ഈ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പം അത് വേറൊരു ഫീലല്ലേ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മൈദ നട്ടെടുക്കണം. കുറച്ച് മൈദ, അപ്പോൾ ഇനി കുറച്ച് കോൺഫ്ലവറാണ് ആഡ് ചെയ്യണം. അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്തെടുക്കാം. ഇനി ഒരു നാരങ്ങ, ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൊണ്ട് വെള്ളം വേണം.
വെള്ളം പോലെ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കേ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സോസിലിങ്ങനെ മുക്കുക. പോയി അപ്പോൾ കിഴൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പം അത് വേറൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.